അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത് പിന്നോക്കത്തിന്റെ മറ്റൊരു മറുനാമമായിട്ടാണ്. എല്ലാ കാര്യങ്ങളും പിന്നോക്കം. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത്, ആരോഗ്യ രംഗത്ത്, മറ്റ് സാമ്പത്തിക രംഗത്ത്, പൊതുവെ എല്ലാ വിഷയങ്ങളും പിന്നോക്കമായതിന്റെ പേരിൽ കാസർഗോഡ് പ്രദേശത്തെ ജനങ്ങൾ തന്നെ മാനസികമായി ഒരു പിന്നോക്കത്തിൻ്റെതായ ഒരു അടിമത്ത മനോഭാവത്തിൽ ജീവിക്കുകയാണ് എന്ന് പൊതുവെ ആളുകൾ ധരിച്ചു വെക്കാറുണ്ട്. എന്നാൽ ഈയിടെയായി കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷ നൽകുന്ന രൂപത്തിൽ മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലൊക്കെ വലിയ മുന്നേറ്റങ്ങൾക്ക് വഴിതുറക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങളും ചിന്തകളും പദ്ധതികളുമായി ഇവിടുത്തെ ആളുകൾ മുന്നോട്ട് പോവുകയാണ്. കോവിഡ് ഉണ്ടായപ്പോൾ അതിന്റെ പേരിലുള്ള കടുത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ട് ഇവിടെ ആരോഗ്യ രംഗത്ത് പുതിയ പുതിയ സ്ഥാപനങ്ങളും പദ്ധതികളും വന്നത് എല്ലാവർക്കും അറിയാം. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവെ നമ്മുടെ അവസ്ഥ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ കാര്യമായ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു സ്ഥാപനമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പിന്നീട് സെൻട്രൽ യൂണിവേഴ്സിറ്റി വന്നതോടുകൂടി ചെറിയ നിലക്ക് പരിഹാരമായി. എന്നാൽ സ്വകാര്യ സംരംഭങ്ങൾ എന്ന രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ, ചില പുതിയ മുന്നേറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്നത് വളരെ സന്തോഷകരമായ ആശാവഹമായ കാര്യമാണ്. അതിൽ ഏറ്റവും അധികം എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന ഒരു കാര്യം നമ്മുടെ വിൻടച്ച് സംരംഭമാണ്. വിൻടച്ച് എന്ന ഈ നാമം തന്നെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ കാസർഗോഡ് പ്രദേശത്തെ ജനങ്ങൾ പരിചയപ്പെട്ട് വളരെ താലോലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നാമമാണ്. അതിന്റെ പേരിൽ പല രീതിയിലുള്ള സംരംഭങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. അതിന്റെ ഏറ്റവും ഒടുവിലായിട്ട് വിൻടച്ച് അക്കാഡമി എന്ന പേരിൽ ഇവിടെ പെൺകുട്ടികൾക്ക് മാത്രമായി വിദ്യാഭ്യാസം നൽകാനുള്ള, വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കേവലം വിദ്യാഭ്യാസമല്ല, കേവലം വിദ്യാഭ്യാസത്തിന് ഇഷ്ടംപോലെ നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഈ കേവലം ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളിലെ അന്തരീക്ഷവും അവിടുത്തെ നിലവാരവും അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളും അവിടുത്തെ കുട്ടികളുടെ ക്യാരക്ടറും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, രക്ഷിതാക്കൾക്ക് ധൈര്യത്തോടു കൂടി സ്വന്തം പെൺകുട്ടികളെ പറഞ്ഞയച്ച് വിദ്യാഭ്യാസം നൽകാൻ ധൈര്യം വരാത്ത രീതിയിലുള്ള പല ക്യാമ്പസുകളും നമ്മുടെ ജില്ലയിൽ അടക്കം പൊതുവെ ഇന്ന് ലോകത്ത് വളരെ സാർവത്രികമായ ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ നന്നായി പരമ്പരാഗത മൂല്യങ്ങളും ധാർമ്മിക ബോധവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ, ഇസ്ലാമികമായ ചിട്ടയും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടികളെ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നതാണ് നമ്മുടെ രക്ഷിതാക്കളുടെ ആവശ്യം. ഈ ആവശ്യം സാധിക്കുവാൻ, യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംരംഭമായി ഈ വിൻടച്ച് അക്കാഡമി ഈയിടെ രൂപം കൊണ്ടപ്പോൾ, അതിന്റെ പ്രഖ്യാപന മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോൾ അതിന്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പെട്ടെന്ന് തന്നെ അതിനുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഈ വർഷം മുതൽ തന്നെ SSLC കഴിഞ്ഞ പെൺകുട്ടികളെ എടുത്തുകൊണ്ട് അവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഈ നീറ്റ് പോലുള്ള പരീക്ഷകളിൽ, എന്നുവെച്ചാൽ ക്ഷമതയുള്ള പരീക്ഷകളിൽ നന്നായി പഠിച്ച് യോഗ്യത നേടി അതിന് ക്വാളിഫൈഡ് ആകാൻ പറ്റുന്ന രൂപത്തിലുള്ള കൃത്യമായ ട്രെയിനിങ്ങുകളും കോച്ചിങ്ങുകളും നൽകാനുള്ള സംവിധാനം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഭൗതികമായി മറ്റ് സ്ഥാപനങ്ങൾ നൽകുന്ന ട്രെയിനിങ്ങുകളും ശിക്ഷണങ്ങളും ഒപ്പം തന്നെ മതപരമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കും. ധാർമ്മികമായി മൂല്യാധിഷ്ഠിതമായി ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ശിക്ഷണ മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ട്, ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നു എന്നത് വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന്റെ പിന്നിൽ കാണിക്കുന്നത് ഭൗതികമായിട്ട് ഇതിന് നിക്ഷേപവും അതുപോലെ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്ന ഇവിടുത്തെ കാസർഗോഡ് അറിയപ്പെട്ട വർത്തക പ്രമാണിമാരാണെങ്കിൽ, അതോടൊപ്പം തന്നെ കാസർഗോഡ് പ്രദേശത്ത് വിദ്യാഭ്യാസ രംഗത്തും ധാർമ്മിക രംഗത്തും വർഷങ്ങളുടെ പരിശീലനവും പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളായ ഖലീൽ ഹുദവി, ഹുസൈൻ തങ്ങൾ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഹനീഫ് ഹുദവി, ഇവരുടെയൊക്കെ മേൽനോട്ടത്തിൽ ഈ രീതിയിലുള്ള വ്യവസ്ഥാപിതമായ സംവിധാനത്തോടു കൂടി ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സംരംഭം വന്നു എന്നത്, അല്ലെങ്കിൽ വരുന്നു എന്നത് വലിയ ദോഷം നൽകുന്ന, വലിയ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പഠിച്ചു വളരാൻ ഭൗതിക വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ മതപരമായ അന്തരീക്ഷം, ധാർമ്മികമായ ശിക്ഷണം, അതുപോലെ തന്നെ നല്ല ശാന്തപൂർണമായ അന്തരീക്ഷം, അച്ചടക്കവും നല്ല ധാർമ്മിക ബോധവുമുള്ള ഒരു അന്തരീക്ഷം, ഇത്തരമൊരു അവസ്ഥയിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന, അതോടൊപ്പം ഇന്നത്തെ ഏത് വിദ്യാഭ്യാസ രംഗത്തുള്ള ടെസ്റ്റുകളെയും സമർത്ഥമായി നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള കോച്ചിങ്ങുകളും ട്രെയിനിങ്ങുകളും. അപ്പൊ ഈ രീതിയിലുള്ള ഒരു നല്ല സംവിധാനം ഈ വിൻടച്ച് അക്കാഡമിയുടെ പേരിൽ വരുന്നു എന്നത് വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിന്റെ പേരിലുള്ള സഹപ്രവർത്തകരായ സുഹൃത്തുക്കളായ ആളുകളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ തുടക്കം ഇനി മുന്നോട്ടുള്ള കാസർഗോഡ് വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു കുതിച്ചുചാട്ടത്തിനുള്ള ഒരു മുന്നൊരുക്കമായി മാറട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ ഹൃദ്യമായ ആശംസകൾ അർപ്പിക്കുകയും അതിലൂടെ പഠിച്ചു വരുന്ന പെൺകുട്ടികൾക്ക് നല്ല ഭാവി ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.